ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ ഷോപ്പിംഗ് വ്ളോഗ്. ഇത് ഈദിൻ്റെ ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ നോമ്പ് മുഴുവനാകുമ്പോഴേക്ക് ഫുള്ളാകുമ്പോഴേക്ക് എൻ്റെ സൗണ്ട് മുഴുവൻ പോയതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇത് ഇടുന്നത് കേട്ടോ. ഡ്രസ്സ് എടുക്കാൻ ലാസ്റ്റായി ഒരു 25-26 നോമ്പൊക്കെ ആയി കാണും. ആ സമയത്താണ് ഈ ഡ്രസ്സ് എടുക്കാൻ പോയത്. ഇതിപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ള ഷോപ്പിലേക്കാണ് പോയത്. അവിടെ ജസ്റ്റ് 2-3 എടുത്ത് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, എന്നാലും വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. പൊതുവേ ഇത്ര ലേറ്റ് ആവാറില്ല, കുറച്ച് നേരത്തെ തന്നെ എടുക്കാറുണ്ട്. ചില സമയത്ത് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കാറുണ്ട്. കാരണം നോമ്പിൻ്റെ സമയത്ത് ഇതുപോലെ ക്ഷീണമൊക്കെ കൊണ്ടിങ്ങനെ നോമ്പൊക്കെ എടുത്തിട്ട് പോകണ്ടല്ലോ, അത് വിചാരിച്ചിട്ട് ആദ്യം എടുത്ത് വെക്കാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഒരു 20 നോമ്പൊക്കെ ആകുന്ന സമയത്ത് എടുക്കാറുണ്ടായിരുന്നു. ഇതിപ്പം ലാസ്റ്റ് ആയിപ്പോയി. അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഫുൾ ഗൗൺ ആണെങ്കിലും ഇതൊരു കഫ്താനി മോഡൽ ഗൗണാണ് ഇവിടെ കൂടുതലുള്ളത്. പക്ഷെ അതെന്തോ ഇട്ടിട്ട് വലിയൊരു മാച്ചിങ് ആയിട്ട് തോന്നിയില്ല, എനിക്കൊരു സ്യൂട്ടബിളായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തില്ല. അങ്ങനെ ഇതൊരു രാത്രിയിലാണ്, നോമ്പ് തുറന്ന് രാത്രിയിൽ പോയതാണ്. അപ്പോൾ ഹസിൻ്റെ വീട്ടിൽ നിന്ന് പോയതാണ്. അപ്പോൾ അവിടുന്ന് ഒന്നും ഇഷ്ടാവാത്തതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അന്ന് കാര്യമായിട്ടൊന്നും എടുത്തില്ല. അപ്പോൾ സിറ്റി വഴിയാണ് പോയത്. അപ്പോൾ അവിടെ നോമ്പിൻ്റെ സ്റ്റോളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അവിടേക്ക് ഒന്ന് ജസ്റ്റ് കയറി ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വലിയൊരു നോമ്പ് തുറ കഴിഞ്ഞിട്ട് പോകുന്നതാണ്. അപ്പോൾ കാര്യമായിട്ടൊന്നും കഴിക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ല. പിന്നെ കണ്ട സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ചിക്കൻ ഐറ്റംസ് ഒന്നും എന്തായാലും കഴിക്കാനൊന്നും തോന്നിയില്ല. അതുകൊണ്ട് അതൊക്കെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമുണ്ട്, ഒരു ഐറ്റം ഉണ്ട്, അതിൽ ഞാനിതിൽ കഴിക്കുന്നുണ്ട് കേട്ടോ. അവിടുന്ന് ഞങ്ങളെ കണ്ണൂരുകാരുടെ അലീസയ്ക്ക് പകരമുള്ള അലീം, മട്ടൻ അലീം, അത് തന്നെയാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. അപ്പോൾ മട്ടൻ്റെ അലീമാണിത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഇതെനിക്കിഷ്ടമാണ്. കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോൾ കഴിച്ചിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം നിങ്ങൾ കണ്ട സാധനം വയനാട്ടിലെ പോത്തുംകാലം എന്ന് പറയുന്നില്ലേ, അതായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷത്തിലുള്ള സ്റ്റോളിൻ്റെ അത്ര ഇപ്രാവശ്യം ഇല്ലയെന്ന് തോന്നുന്നു. എന്തായാലും ഉപ്പിലിട്ടത് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അങ്ങനെ അന്നത്തെ നൈറ്റിൽ ഇത് കഴിഞ്ഞു. ഇനി പിറ്റേന്ന് രാവിലെ പിന്നെയും ഡ്രസ്സ് തപ്പി ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ തലശ്ശേരിയിലെത്തിയിട്ടുണ്ട്. തലശ്ശേരിയിൽ ആദ്യം സെഞ്ചുറിയിൽ കയറി, പിന്നെ ലുലുവിൽ കയറി, പിന്നെ കുട്ടി കുട്ടി ഷോപ്പുണ്ടല്ലോ കുറേ, അതിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി. ഇവിടെയും കുറേ ഗൗണും പിന്നെ കൊറിയൻ ടൈപ്സ് ലോങ് ടോപ്പ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്നാലും അങ്ങനെ അങ്ങ് പിടിക്കുന്നില്ല, എന്താ പറയുക, ഒരു മെനയാവുന്നില്ല. എന്നാലും ഇട്ട് നോക്കാതെ ഒരു സമാധാനവും ഇല്ല. അതുകൊണ്ട് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ചിലപ്പോൾ ഏതാ പറ്റണമെന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എല്ലാം ഒന്ന് ഇട്ട് നോക്കി, ട്രൈ ചെയ്ത് നോക്കി, എല്ലാം നോക്കി. അങ്ങനെ അവിടുന്ന് പിന്നെ ഇറങ്ങി, സെഞ്ചുറിയിൽ നിന്ന് ഇറങ്ങി വേറെ ഷോപ്പിലേക്ക് കയറി. അതിൻ്റെ ഇടയിൽ ഈ സാധനം എനിക്കിഷ്ടമായി. പക്ഷേ സാധനം മെറ്റീരിയൽ ഭയങ്കര ചൂട്. അപ്പോൾ ഇത് ഇട്ടിട്ട് കുറേ സമയം നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ അത് ഒഴിവാക്കി. വേറെ ഷോപ്പിൽ വന്നപ്പോൾ കണ്ട സെലക്ഷനാണ് കേട്ടോ ഇത്. നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നല്ല തിരക്കും ഉണ്ടായിരുന്നു അവിടെ. നല്ല ട്രെൻഡിങ് റോംബർ ടൈപ്പ് ഗൗൺസ്, പല കളേഴ്സ്, വെറൈറ്റി കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള ഐറ്റംസ്. ഈ ലാവൻഡർ കളർ ഗൗണ് എനിക്ക് നല്ലോണം ഇഷ്ടമായി. പക്ഷേ എനിക്ക് അധികം ലാവൻഡർ കളർ ആയതുകൊണ്ട് തന്നെ ഞാനിത് എടുത്തില്ല, വേറൊരു സാധനം എടുത്ത്. നല്ല അടിപൊളി സെലക്ഷനാണ്, ഒരു രക്ഷയുണ്ടായിട്ടില്ല. നല്ല വെറൈറ്റി അടിപൊളി പേസ്റ്റൽ കളേഴ്സ് ഗൗൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊന്ന് ഞാൻ സെലക്ട് ചെയ്തു. എന്നാലും പരമാവധി ട്രൈ ചെയ്യാൻ പറ്റുന്നതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടി ഒരു ദിവസത്തെ ഷോപ്പിംഗ് അല്ല കേട്ടോ, 2-3 ദിവസം ഉള്ളത് ഞാനങ്ങനെ ഒരുമിച്ച് ഒരു വ്ളോഗാക്കിയതാണ്. എൻ്റെതും കിട്ടി, മക്കളതും കിട്ടി. അപ്പോൾ മക്കളിൽ ഒരാളത് പാൻറ്റ് കിട്ടിയില്ല, ഇനി അതും കൂടി ഒന്ന് എല്ലായിടത്തും ഒന്ന് തപ്പി നോക്കണം. പിന്നെ എല്ലാവർക്കും ഷൂസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിള്ളേരുടെ ഷൂസ് തപ്പി ഇറങ്ങിയതാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എടുക്കണം എന്നൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ സാധനം കണ്ടപ്പോൾ എന്തായാലും നമുക്ക് ഇടാണ്ട് സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് നോക്കി. അങ്ങനെ പിള്ളേരെക്കാളും ഫസ്റ്റ് ഞാനൊന്ന് എല്ലാം ട്രൈ ചെയ്ത് നോക്കി. ഞാൻ അവിടെ നോക്കിയപ്പോൾ പിള്ളേരുടെ സാധനങ്ങളൊന്നും ഇല്ല, ഉള്ളതാണെങ്കിൽ ഭയങ്കര റേറ്റ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വേറെ ഷോപ്പിൽ കയറി. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഐറ്റംസ് ഉണ്ട്, അഫോർഡബിൾ റേറ്റാണ്, കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടുന്ന് പിള്ളേർക്കെല്ലാം കൂടി എടുത്തു. അതിൻ്റെ ഇടയിൽ ഷെയ്ന് ഒരു സാധനം കയ്യിൽ പിടിച്ച് വെച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ അതിന് ഭയങ്കര റേറ്റ്, ഒടുക്കത്തെ റേറ്റ്. ഞങ്ങളത് എടുത്തിട്ടില്ല, അത് അവിടെ തന്നെ വെച്ചു. പിന്നെ വേറെ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ അതിൽ ഒരു ഐറ്റംസ് അവന് ഇഷ്ടമായി, അങ്ങനെ എടുത്തു. അതിൻ്റെ ഇടയിൽ എൻ്റെ കണ്ണ് പിന്നെയും ലേഡീസിൻ്റെ ഷൂസിലേക്ക് ഉടക്കിയിട്ടുണ്ട്. അങ്ങനെ അത് നോക്കി എടുത്തു. ഒരു നല്ലൊരു ഐറ്റം നോക്കി ഞാനും സെലക്ട് ചെയ്തെടുത്തു. ഫുട്വെയർസ് ഇവിടെ വന്നപ്പോൾ നല്ല തൃപ്തിയായിട്ടുണ്ട്. കാരണം ഓരോ ഡിസൈൻസും അത് ഓരോരോ സൈസ് ഉണ്ട്.
ചെറുതും വലുതും എല്ലാം ഉണ്ട്. ചില ഷോപ്പിലൊക്കെ പോയാൽ നമുക്ക് ഓരോന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കാലിൽ കൊണ്ടിട്ടില്ലെങ്കിൽ അത് പിന്നെ അതിൻ്റെ സൈസ് ഉണ്ടാവില്ല, പിന്നെ അത് വേറെ നോക്കണം. ഇത് അങ്ങനെയല്ല, ഇവിടെ ഒരു ഐറ്റംസിന് തന്നെ പല സൈസും ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട്, പിന്നെ റേറ്റും അത്യാവശ്യം നമുക്ക് അഫോർഡബിളാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ. ഞങ്ങൾ ഫുഡ് വെയർസ് എടുക്കാൻ പോയത് പെരുന്നാളിൻ്റെ തലേന്നാണ്. അപ്പോൾ അന്ന് ഭയങ്കര തിരക്കായിരുന്നു. നോമ്പ് തുറക്കുന്ന ആ ഒരു ടൈം വരെ ഞങ്ങളവിടെ ഷോപ്പിലുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും വീട്ടിൽ പോയിട്ട് സ്നാക്സ് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് റെഡിമെയ്ഡ് വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോയത്. ഈ ഒരു പിങ്ക് കളർ കഫ്താനി ഉണ്ട്, അതും കൂടി കണ്ടപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ സമാധാനത്തിന് അതും കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ട് ലാസ്റ്റ് ഇറങ്ങി. അങ്ങനെ വീട്ടിലെത്തി നോമ്പൊക്കെ തുറന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ.